ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. റിട്ടയർമെൻറ്റ് പ്ലാനിംഗ് പോലുള്ള ഒരു ലോങ് ടേം ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത്. ആ മ്യൂച്വൽ ഫണ്ടാണ് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും എല്ലാവർക്കും വേണ്ടി വരുന്ന അല്ലെങ്കിൽ ആവശ്യം വരുന്ന ഒരു ഗോളാണ്. വയസ്സുകാലത്ത് നമ്മൾക്ക് ഒരു വരുമാനമില്ലാത്തൊരു സമയത്ത് നമ്മൾക്ക് നമ്മളുടെ ചിലവുകൾ നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് ഈ റിട്ടയർമെൻറ്റ് എന്നുള്ളതുകൊണ്ട് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ഫണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിട്ടയർമെൻറ്റ് ഫണ്ട് കണ്ടെത്തുന്നത് ഒരു ദീർഘകാല പദ്ധതിയാണ് എന്ന് തീർച്ചയായിട്ടും പറയാം. അതായത് ലോങ് ടേം ആയിട്ടുള്ളൊരു ഗോളാണ്. അത്തരം ലോങ് ടേം ഗോളുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും നല്ലത് മ്യൂച്വൽ ഫണ്ടുകളാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മളെപ്പോലുള്ള സാധാരണ ആളുകൾക്ക് ഒരു ലോങ് ടേം വെൽത്ത് ബിൽഡിങ്ങിനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ലോങ് ടേം ഗോളുകൾ അച്ചീവ് ചെയ്യുന്നതിനായിട്ട് പറ്റുന്ന എന്നാൽ താരതമ്യേന കുറഞ്ഞ റിസ്കിൽ ഉയർന്ന നേട്ടം തരുന്ന ഒരു സംഗതിയാണ് ഈ മ്യൂച്വൽ ഫണ്ടുകൾ. എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ എൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ടിൽ ഞാനൊരു 2029 റിട്ടയർ ആവാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ 60% ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ടിൽ എനിക്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപമുണ്ട്. അത് ക്രോർപതി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആസ്ക് റുപ്പിമംഗ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് 10 ലോങ് ടേം സ്റ്റോക്കുകളിൽ സിസ്റ്റമാറ്റിക്കായിട്ട് ഞാനും എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിനെപ്പറ്റി അറിയുന്നതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഇന്ന് ഈ പറഞ്ഞു തരാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ലാർജ് ക്യാപ്പ് ഇൻഡെക്സ് ഫണ്ടുകൾ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 2 ഫണ്ടുകൾ എന്നുള്ളതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള പോലെ ഒരു 20 വർഷത്തിലധികമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ലൊക്കേഷനുള്ള വേറെ കുറച്ച് ഫണ്ടുകൾ, ഓക്സിലറി ഫണ്ടുകൾ എന്നുള്ള രീതിയിലുണ്ട്. അത്തരം ഫണ്ടുകളിലുള്ള കുറച്ച് ഭാഗവും ഞാൻ ഈ ഗോളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഗോളിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾക്ക് സ്റ്റോക്ക് അധിഷ്ഠിത നിക്ഷേപങ്ങൾ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും നന്നാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്റ്റോക്ക് അധിഷ്ഠിത നിക്ഷേപങ്ങളോട് കൂടി 2 തരത്തിലുള്ള ഒരു സേഫ് നിക്ഷേപങ്ങൾ കൂടെ നടത്തുന്നുണ്ട്. ഒന്ന് എംപ്ലോയി പ്രോവിഡൻറ്റ് ഫണ്ടാണ്. എനിക്ക് ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയുണ്ട്. ആ എംപ്ലോയർ EPF കോൺട്രിബ്യൂഷൻസ് അടയ്ക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളും EPFിലേക്ക് എംപ്ലോയി പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു കോർപ്പസിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ ലോങ് ടേമിലേക്ക് ഉള്ള തരത്തിലുള്ള റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ ബാങ്കുകൾ വഴി ചേർന്നിട്ടുണ്ട്. ഞാൻ ആ ചേർന്നിട്ടുള്ള RDകളിൽ 7.5% ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊരു ലോങ് ടേം RD ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ 7.5 എന്നുള്ളത് ഒരു ഇൻഫ്ലേഷനോട് യോജിച്ച് നിൽക്കുന്ന ഒരു റിട്ടേൺ ആണ് എന്നുള്ളതുകൊണ്ട് ലോങ് ടേം RDകളും അതിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം RDകൾ, EPF, അതോടൊപ്പം സ്റ്റോക്കുകൾ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മ്യൂച്വൽ ഫണ്ട്, ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടുകൾ, പിന്നെ കുറച്ച് ഓക്സിലറി ആയിട്ടുള്ള പഴയ മ്യൂച്വൽ ഫണ്ടുകളും ചേർന്നതാണ് എൻ്റെ റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനുള്ള പോർട്ട്ഫോളിയോ. 2029 ആ പോർട്ട്ഫോളിയോ ഏകദേശം 60% കംപ്ലീറ്റ് ആയി എന്നുള്ളത് സന്തോഷം തരുന്നൊരു വസ്തുതയാണ്. ഈ 2024 ഈ സെപ്റ്റംബർ മാസം മുതലുണ്ടായിട്ടുള്ള ആ ഒരു താഴ്ച ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു 65-70% ഒക്കെ എത്തിയത് എന്നുള്ളത് സത്യമാണ്. എന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയർച്ചകളും താഴ്ചകളും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ലോങ് ടൈമിലേക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് തീർച്ചയായിട്ടും സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ഫണ്ട് എൻ്റെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒരു 4/1 കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫണ്ടാണ്. ഫണ്ടിൻ്റെ പേര് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഇക്വിറ്റി നിക്ഷേപങ്ങൾ, ഇന്ത്യയിലെ സ്റ്റോക്കുകളിലും US സ്റ്റോക്കുകളിലും അതോടൊപ്പം തന്നെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഡെറ്റും ക്യാഷ് ഇക്വലൻ്റ് ആയിട്ടുള്ള പോർഷൻസും അത്യാവശ്യം വലിയ രീതിയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പ്. ഞാൻ ഒരു 7-8 വർഷമായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഉയരുന്ന സമയത്ത് വലിയ ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് അല്ല എങ്കിലും ഒരു എബോവ് ആവറേജ് ഗ്രോത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് തരികയും അതോടൊപ്പം തന്നെ മാർക്കറ്റ് താഴുന്ന സമയത്ത് മറ്റുള്ള സ്റ്റോക്കുകളോ മ്യൂച്വൽ ഫണ്ടുകളോ താഴുന്ന അത്രയൊന്നും താഴാതിരിക്കുകയും ചെയ്യുക എന്നുള്ളൊരു കൺസിസ്റ്റൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലാർജ് ക്യാപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ടാണ് ഈ പരാഗ് പരീഖ് ഫണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത്. ഇത് എൻ്റെ റിട്ടയർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അടുത്ത് വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ മോഡറേറ്റ് റിസ്ക് എടുത്തുകൊണ്ട് നിക്ഷേപിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു അസസ്മെൻറ്റ്. നിങ്ങൾ കണ്ടമാനം നിക്ഷേപിക്കരുത് എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് എത്ര കാലം നിക്ഷേപിക്കാനുണ്ട്, എത്ര രൂപ നിക്ഷേപിക്കാനുണ്ട്, നിങ്ങളുടെ ജോലി എന്തുമാത്രം സ്ഥിരമാണ്, ജോലിയിൽ നിന്നുള്ള വരുമാനത്തിന് പുറമെ മറ്റെന്തെങ്കിലും വരുമാനം ലഭിക്കുന്നുണ്ടോ, നിങ്ങളെ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്, എത്ര ഏജ് ഉണ്ട് എന്നുള്ളതൊക്കെ ഫാക്ടറിനൊക്കെ അനുസരിച്ച് വേണം നിങ്ങളുടെ ഫണ്ടുകൾ ചൂസ് ചെയ്യാനും അതിൽ നിക്ഷേപിക്കാനും. അല്ലാതെ ഞാൻ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളും അതിൽ ചെയ്യണം എന്ന് ഒരിക്കലും അർത്ഥമാക്കില്ല. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ പ്യുവർലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് മാത്രമാണ്. ഇതൊരു ഫണ്ട് വാങ്ങുന്നതിനോ വിൽക്കുന്നതിനോ ഉള്ള ഒരു സൂചകമായിട്ട് നിങ്ങൾ എടുക്കരുത്. നമുക്കിപ്പോൾ
നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡയറക്ഷൻ കിട്ടാനോ നിങ്ങൾക്ക് എൻ്റെ ഒരു സപ്പോർട്ട് വേണമോ എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പരാഗ് ഫ്ലെക്സി ക്യാപ്പിനെ പറ്റിയിട്ട് ധാരാളം പരാതികൾ വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ഫണ്ടുകൾ JM ഫ്ലെക്സി ക്യാപ്പ് പോലെ HDFC ഫ്ലെക്സി ക്യാപ്പ് പോലുള്ള ഫണ്ടുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് താരതമ്യേന കുറവാണ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ 7-8 വർഷമായിട്ട് നിക്ഷേപിക്കുന്ന ആ നിക്ഷേപം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ 2-3 ഫോളിയോകളിലായിട്ടാണ് നിക്ഷേപിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വരുന്ന സെക്ഷനുകളിൽ കാണിക്കാം. അപ്പോൾ ഇത് മോശമായിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, താരതമ്യേന മോശമായിട്ട് പെർഫോം ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡെറ്റ് പോർഷൻ അല്ലെങ്കിൽ സ്ഥിര വരുമാനം തരുന്നതും ക്യാഷ് ഇക്വിവലൻറ്റുമായിട്ടുള്ള പോർഷനിൽ 22% അലോക്കേഷനാണ് ഈ ഫണ്ട് ഉള്ളത്. ഇന്ത്യൻ ഇക്വിറ്റികളിൽ 67% നിക്ഷേപം, US ഇക്വിറ്റികളിൽ 11% നിക്ഷേപം. അപ്പോൾ നമ്മളുടെ മൊത്തം നിക്ഷേപത്തിൻ്റെ 22% ഒരു സേഫ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് തന്നെ ഒരു അഗ്രസീവായിട്ടുള്ള ഗ്രോത്ത് ഇതിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്വിറ്റികളിൽ ഈ 67% നിക്ഷേപിക്കുന്നതിൽ മെജോറിറ്റിയും ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ് എന്നുള്ളതുകൊണ്ടും അതിനും വലിയ രീതിയിലുള്ളൊരു ഉയർച്ച ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് മാർക്കറ്റ് ഉയരുന്ന സമയത്ത് മറ്റുള്ള ഫണ്ടുകളുടെ അത്രയും ഉയർച്ച ഇതിനുണ്ടാവാത്തത്. അതുപോലെ താഴുന്ന സമയത്ത് ഇത് കാര്യമായിട്ട് പൊട്ടിത്തകരാത്തതും. ആ കൺസിസ്റ്റൻസിയാണ് എനിക്ക് ഈ ഫണ്ട് തുടർന്നുകൊണ്ട് പോകാനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ. ഇപ്പോൾ നിക്ഷേപിക്കുന്നത് സെറോദ കോയിൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഞാൻ ഈ ഫണ്ടിൽ ഇപ്പോൾ നിക്ഷേപിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു മെജോറിറ്റി നിക്ഷേപം ഞാൻ മുൻപ് സ്റ്റാർട്ട് ചെയ്തത് പരാഗ് പരീഖിൻ്റെ SOA മോഡൽ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് മോഡലിൽ പരാഗ് പരീഖിൻ്റെ സൈറ്റ് വഴി തന്നെയാണ്, പരാഗ് പരീഖ് AMCയുടെ സൈറ്റ് വഴി തന്നെയാണ് നിക്ഷേപിക്കാറുള്ളത്. ആ നിക്ഷേപത്തിൻ്റെ ഡീറ്റെയിൽസാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് സെറോദ കോയിൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഞാൻ ഈ ഫണ്ട് എങ്ങനെ നിക്ഷേപിക്കുന്നു, അതിൽ എന്തൊക്കെ ഓപ്ഷനുകളുണ്ട്, എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ആ കാര്യം ഒന്ന് കാണാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു പോർട്ട്ഫോളിയോയിലുള്ള ഒരു ഫണ്ടുകളുടെ ഡീറ്റെയിൽസ് ആണ്. അതിലിപ്പോൾ നമ്മൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഫണ്ടാണ് പരാഗ് പരീഖിൻ്റെ ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്. ഇതിപ്പോൾ ഏകദേശം 31% നേട്ടം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളുടെ PNL ആണ് ഇവിടെ കാണുന്നത്. 70,000 രൂപയോളം പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. 2.23 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു ആവറേജ് റേറ്റ് 67 രൂപ 91 പൈസയാണെന്ന് നമുക്ക് എന്ത് ചെയ്ത് മനസ്സിലാക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു ഫണ്ടാണ്. ഇത് നിങ്ങളിതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇത് ഒന്ന് ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉയർച്ച കാണുന്നുണ്ട്. 3 വർഷത്തെ CAGR എന്ന് പറഞ്ഞാൽ 23.65 അതുപോലെ 5 വർഷത്തിൽ ഓരോ വർഷവും 29%, 4 വർഷത്തിൽ 20%, 3 വർഷത്തിൽ 23%, 2 വർഷത്തിൽ 25% വീതവും, ലാസ്റ്റ് ഒരു വർഷം 15%. ലാസ്റ്റ് ഒരു വർഷം കുറച്ച് അണ്ടർ പെർഫോമൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫണ്ടുകളിലൊന്നാണിത്. ഇതിൽ ഫിനാൻഷ്യൽസ് എന്ന് പറഞ്ഞ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെറോദ കോയിനിൽ നിങ്ങൾക്ക് ബൈ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ സെറോദ കോയിനിൽ കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടീഷണൽ ഓർഡർ എന്ന് പറയും. അതായത് 89.21 NAV ആണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് വേണമെങ്കിൽ പറയാം 89 രൂപയാകുമ്പോൾ എനിക്ക് 5,000 രൂപ നിക്ഷേപിക്കണം എന്നുള്ള ഒരു കണ്ടീഷണൽ ഓർഡർ സെറോദയിൽ ചെയ്യാം. അത് മറ്റ് പ്ലാറ്റ്ഫോമുകളിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഓർഡറും നമുക്ക് കണ്ടീഷണൽ അല്ലാതെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ NAV-യിൽ ഇത് ചെയ്യും. UPI വഴിയൊക്കെ നമുക്ക് പേ ചെയ്യാം. ഞാനിപ്പോൾ UPI വഴി പേ ചെയ്യുന്നതിനായിട്ട് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് പെൻഡിങ് ആവും. നമ്മുടെ UPI ആപ്പ് ഓപ്പണായി നമുക്കവിടെ പാസ്വേഡ് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ എളുപ്പമാണ്. 1000 രൂപ മുതൽ നമുക്ക് വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ 2% ഇതിൻ്റെ എക്സിറ്റ് ലോഡ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി SIP ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. AMC SIP എന്നും സാധാരണ SIP എന്നും പറഞ്ഞ് 2 ഓപ്ഷനുകളുണ്ട്. AMC SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഈ ഫണ്ട് മാനേജ്മെൻറ്റ് കമ്പനി ഡയറക്റ്റായിട്ട് ചെയ്യുന്ന മന്ത്ലി മോഡിലുള്ള പ്രധാനപ്പെട്ട SIPകളാണ്. അതേപോലെ തന്നെ AMC അല്ലാത്ത SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറോദയിൽ നമ്മൾ പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന രീതിയാണ്. അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ SIPകൾ സ്റ്റോപ്പ് ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ ഉള്ള എളുപ്പങ്ങളുണ്ട് എന്നുള്ളതാണ് സാധാരണ SIPയും AMC SIP തമ്മിലുള്ള വ്യത്യാസം. ഇതിലിപ്പോൾ ഞാൻ 4,000 രൂപ SIP എമൗണ്ട് ഞാൻ സെലക്ട് ചെയ്യണം. എനിക്ക് ഡെയിലി, വീക്ക്ലി, 15 ഡേയ്സ്, മന്ത്ലി, ക്വാർട്ടർലി ഒക്കെ ആയിട്ട് നമുക്ക് ഓപ്ഷൻ സെറ്റ് ചെയ്യാം. വീക്ക്ലി ഇപ്പോൾ എല്ലാ മൺഡേ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. 15 ദിവസം കൂടുമ്പോൾ സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 10% വെച്ച് കൂട്ടണം. 4,000 4,400 ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെൻറ്റ് പെർസെൻറ്റേജ് 10 സെറ്റ് ചെയ്യാം. അത് നമുക്ക് എത്ര പെർസെൻറ്റേജ് വേണമെങ്കിലും കൂട്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ 30% ഇൻക്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 4,000 രൂപ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 2026 മെയ്യിൽ അത് 30% കൂടി 5,200 മാറും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെ വളരെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും SIP നടത്താനും ഒക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സെറോദ പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീക്ക്ലി SIPകളാണ് ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷനുകൾ സെറ്റ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SIP ക്രിയേറ്റ് ആയി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയിക്കൊണ്ടിരിക്കും. ഇനി ലാസ്റ്റ് ഒരു 5 വർഷം 5,000 രൂപ വെച്ച് ഈ ഫണ്ടിലിട്ട ആൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ 5 വർഷം കൊണ്ട് 3 ലക്ഷം രൂപ നിക്ഷേപം വന്നിട്ടുണ്ടാവും. 5,000 ഇൻറ്റു 12 മാസം ഇൻറ്റു 5, അതായത് 3 ലക്ഷം രൂപ. അത് 5 ലക്ഷത്തി സംതിങ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നിങ്ങൾ ലാസ്റ്റ് ഒരു വർഷമാണ് നിക്ഷേപിച്ചതെന്നുണ്ടെങ്കിൽ 60,000
62,000 രൂപ 62,476 SIP രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 5 വർഷത്തേക്ക് 5,07,836, അതായത് 69% ഗ്രോത്ത് ഉണ്ട്. ഏകദേശം 20% CAGR കൂടി നമുക്ക് ഒരു നേട്ടം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴും മനസ്സിലാക്കാം, മുൻപ് കിട്ടിയിട്ടുള്ള ലാഭം ഇനി ഭാവിയിൽ കിട്ടണമെന്നില്ല. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ HDFC ബാങ്ക്, ബജാജ് ഹോൾഡിംഗ്സ്, പവർ ഗ്രിഡ്, കോൾ ഇന്ത്യ, ICICI ബാങ്കൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഹോൾഡിംഗ്സ്. അതുപോലെ ITC പോലുള്ള കമ്പനികളും, പിന്നെ ആമസോൺ, മെറ്റ, അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഇതിൻ്റെ മറ്റുള്ള ഫണ്ടുകളുമായിട്ടുള്ള കമ്പാരിസൺ ആണ്. ഇത് കാറ്റഗറി ആവറേജുമായിട്ട് എപ്പോഴും കാറ്റഗറിയേക്കാൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഫണ്ടാണ്. പക്ഷേ ഒരിക്കലും ഇത് 1ാം സ്ഥാനത്തോ 2ാം സ്ഥാനത്തൊന്നും വന്നില്ല. നിങ്ങൾ കാണുന്നത് 8ാം സ്ഥാനത്തും 15ാം സ്ഥാനത്തും 11ാം സ്ഥാനത്തൊക്കെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ 1ാം സ്ഥാനത്തുള്ള ഫണ്ടുകൾ എപ്പോഴും എടുക്കുക എന്നുള്ളതിനേക്കാൾ കൺസിസ്റ്റൻസി എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളിവിടെ കാണുന്ന ഡേറ്റ വെച്ചിട്ടാണ് ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് JM ഫ്ലെക്സി ക്യാപ്പ് എടുത്തൂടെ, HDFC ഫ്ലെക്സി ക്യാപ്പ് എടുത്തൂടെ എന്നൊക്കെ. JM ഫ്ലെക്സി ക്യാപ്പിന് 30% നേട്ടം തന്നിട്ടുണ്ട്. പക്ഷേ ഇത് 23% തന്നിട്ടുള്ളൂ എന്നുള്ളത് ഞാനൊരു പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫണ്ടിന് കൺസിസ്റ്റൻസി, ഇതിൻ്റെ ഒരു ലോങ് ടേം ഔട്ട്ലുക്കും ക്ലിയർ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ഫണ്ടിൽ ഞാൻ വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.62% ആണ്. അതായത് 1 ലക്ഷം രൂപയ്ക്ക് 620 രൂപ ഒരു വർഷം നമുക്ക് എക്സ്പെൻസ് ആവും. ഒരു വർഷം നിക്ഷേപിച്ച ആൾക്ക് 620 രൂപ നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് പോകും. അതുപോലെ എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 10% കൂടുതൽ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2% എക്സിറ്റ് ലോഡും, ഒരു വർഷത്തിന് ശേഷം 2 വർഷത്തിനുള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1% എക്സിറ്റ് ലോഡും വരും. രാജീവ് ടക്കറും റൗണക് ഓങ്കാറും രാജ് മേത്തയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫണ്ട് മാനേജേഴ്സ്. കുറേ കാലമായിട്ട് ഈ ഫണ്ടുമായിട്ട് മാനേജ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല ഈ ഫണ്ടുകളിൽ ഇവർക്ക് പേഴ്സണൽ നിക്ഷേപങ്ങളുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി തീർച്ചയായിട്ടും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 23ാമത്തെ വലിയ ഫണ്ടാണിത്. 1 ലക്ഷം കോടി ആണ് ഇതിൻ്റെ ഒരു ടോട്ടൽ അസറ്റ്സ് വരുന്നത്. 2012 ഒക്ടോബർ 10 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഫണ്ട് ഇപ്പോഴും വളരെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് നടത്തുന്നു. ഞാൻ തുടർന്നും ഈ ഫണ്ടിൽ തന്നെയാണ് നിക്ഷേപിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സെറോദ കോയിൻ വഴി നിങ്ങൾ എങ്ങനെ നിക്ഷേപിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കാണും. സെറോദ സ്പോൺസർ ചെയ്ത വീഡിയോ ഒന്നുമല്ല, എങ്കിലും എനിക്ക് ഇപ്പോൾ ഞാൻ നിക്ഷേപിക്കുന്ന ഒരു മാർഗ്ഗം കാണിച്ചു തന്നു മാത്രം. ഏത് തരത്തിലായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെറിയ രീതിയിലെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക, അത് ഓരോ വർഷവും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കിയിരിക്കണം. അത് ഈ ഫ്ലെക്സി ക്യാപ്പ് പോലുള്ള ഫണ്ടുകളിൽ ഒരു ലോങ് ടേം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മിനിമം ഒരു 7-8 വർഷമൊക്കെ ശേഷമുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതലും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ബാലൻസിങ്ങോ പോർട്ട്ഫോളിയോ റിവ്യൂ ഒക്കെ നടത്താനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യും.